വെൽക്കം ടു എഗൺ. നമ്മുടെ ഈ എക്സാമിന് മാത്രമല്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ എല്ലാ ഹിന്ദിയുടെ എക്സാമിനും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനപ്പോൾ വന്നത്. ഒന്ന്, നമുക്ക് പത്രം എഴുതുന്ന സമയത്തുള്ള ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8th, 9th, 10th, +1, +2 വരെ ഏത് എക്സാമിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പത്രം എഴുതുന്ന സമയത്ത് ഈ ഫോർമാറ്റ് കറക്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും. എന്ന് വെച്ചാൽ മുഴുവൻ മാർക്കല്ല, കുറച്ചെങ്കിലും ഒരു 2 മാർക്ക് വരെ നിങ്ങൾക്ക് ഇത്രയും. ഇപ്പം ഞാൻ ഈ പേജിൽ നൽകിയിരിക്കുന്നത് നോക്കൂ. ദിനാങ്ക് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്, സ്ഥാൻ പ്ലേസ് ആണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നിർബന്ധമായിട്ടും വെക്കണം. ഇനി നമുക്ക് ചോദ്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണേ, ചെറിയ മാറ്റങ്ങൾ തിരുത്തൊക്കെ വരുത്താട്ടോ. എങ്ങനെ? ഇപ്പം ചിലപ്പോൾ നമുക്ക് പറയുന്ന ഈ ലെറ്റർ എഴുതാനുള്ള ക്വസ്റ്റ്യനിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു മാമാജിക്കോ പത്രലിക്കോ എന്ത് ചെയ്യണം, ഇവിടെ നമ്മളൊരു കൂട്ടുകാരനെ എഴുതുന്നതാണ് കൊടുത്തത്, പ്രിയമിത്ര എന്നാണ്. പ്രിയമിത്ര എന്ന് പറഞ്ഞാൽ ആരാ? കൂട്ടുകാരനാണ്. അതേസമയം വേറെ ആർക്കെങ്കിലും ഒരു അങ്കിൾ, മാമി ഇതൊക്കെ ആണെങ്കിൽ ചോദ്യത്തിൽ ആർക്കാണോ എഴുതാൻ പറഞ്ഞാൽ അതെടുത്ത് എഴുതണം. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതാം. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നു തും കേസേ ഹോ. ഇവിടെ മിത്ര ആയതുകൊണ്ട് നമുക്ക് തും എന്ന് വിളിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരനാകുമ്പോൾ നമുക്ക് എടാ പോടാ ബന്ധമാണല്ലോ. അതേസമയം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരാളാണെങ്കിൽ നമ്മളവിടെ ആപ്പ് അല്ലേ, ആപ്പ് വരുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഹോ മാറും, ഹേ എന്നാകും. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും നമ്മുടെ സുഹൃത്തിന് എഴുതാനാണ് ചോദിക്കാറ്. അതുകൊണ്ട് നിങ്ങൾ പ്രധാനമായും ഇവിടെ പഠിച്ചു വെക്കേണ്ടത് തും കേസേ ഹോ, സോച്ച്താ ഹൂം, ഘർ മേ സബ് ടീക്ക് ഹേ. അപ്പോൾ ഇതാർക്കും എഴുതുമ്പോഴും നിങ്ങൾക്ക് എഴുതാം, ഞാൻ വിചാരിക്കുന്നു വീട്ടിലെല്ലാവർക്കും സുഖമാണ് എന്ന്. മുझे तुमसे एक ज़रूरी बात कहना है. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ നമുക്കറിയാം എപ്പോഴും എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവം നമ്മുടെ ചാപ്റ്ററിൽ നടന്നിട്ടുണ്ടാകും. ആ ഒരു സംഭവം നിങ്ങളുടെ കൂട്ടുകാരനെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ കൂട്ടുകാരനെ എഴുതുന്നു. ഇങ്ങനെയാണല്ലോ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നു, എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അത് പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ക്യോങ്കി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഒരു ക്യോങ്കി എന്ന് വെച്ചാൽ എന്തെന്നാൽ, എന്താണ് എന്നുള്ളത് നമ്മുടെ ചോദ്യത്തിൽ ഏതൊരു ഇൻസിഡൻ്റ് ആണോ അതിവിടെ നമുക്ക് എഴുതാം. ഏത് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് ലെറ്റർ ചോദിച്ചാൽ ഇങ്ങനെ എഴുതിയാൽ മതി. അവസാനം നമ്മൾ എന്താക്കണം, കൺക്ലൂഡ് ചെയ്യണ്ടേ. അപ്പം നമുക്ക് പത്ര മിൽത്തേഹി ചിട്ടി ലിഖ്ന അല്ലേ, ഈ കത്ത് കിട്ടിയ ഉടനെ നീ എന്ത് എഴുതണം? നീ തിരിച്ച് എനിക്ക് കത്ത് എഴുതണം. എന്നിട്ട് തുമാരി മിത്ര എന്ന് കൊടുക്കാം. ചിലപ്പോൾ കൂട്ടുകാരിയായിരിക്കും, കൂട്ടുകാരിയാണെങ്കിൽ നമുക്ക് സഹേലി എന്ന് വെക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പത്രത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്രയും പഠിച്ചാൽ തന്നെ മക്കളെ നിങ്ങൾക്കൊരു 2 മാർക്ക് 4 മാർക്കിന് ഒരു 2 മാർക്ക് ഷുവറായിട്ട് കിട്ടേണ്ടതാണ്. പിന്നെ ഇതിനിടയിലുള്ള കണ്ടൻറ്റ് കൂടി നിങ്ങളുടെ ആ സംഭവം എന്തൊരു കാര്യമാണോ നിങ്ങളെ ഫ്രണ്ടിനോട് പറയാനുള്ളത് അത് കറക്റ്റായിട്ട് അവിടെ എഴുതി കഴിഞ്ഞാൽ എന്തായി? അപ്പോൾ ഒരുപാട് എഴുതുക എന്നുള്ളതല്ല, ഉള്ളത് നല്ല വൃത്തിയിൽ കറക്റ്റാക്കി എഴുതുക എന്നുള്ളതാണ് നമുക്ക് എക്സാമിന് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഡയറിയാണ്. എപ്പോഴും നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു പത്രം, ഒരു ഡയറി ഉണ്ടാകും. അപ്പോൾ ഡയറിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡേറ്റ് കൊടുക്കണം, ഒരു ഡേ കൊടുക്കണം. അത് നമുക്ക് ഇഷ്ടമുള്ള ഡേ എഴുതാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ദിൻ എന്ന് എഴുതാം, അതല്ലെങ്കിൽ ബുധവാർ, ശുക്രവാർ, അങ്ങനെ ഒരു ഡേ കൊടുക്കാം. എന്നിട്ട് നമ്മൾ എഴുതുന്നു ആജ് കെ ദിൻ മേ കേസേ ഭൂലൂ. അപ്പോൾ നമ്മൾ ഡയറിയിൽ എഴുതുന്നതും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിലുണ്ടായ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ ലൈഫിലുണ്ടായ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് നമുക്ക് എഴുതാൻ പറയാം. അപ്പം നമ്മൾ പറയുന്നു എന്ത്? ആജ് കെ, ഇന്നത്തെ ദിവസം, മേ കേസേ ഭൂലൂ, ഞാൻ എങ്ങനെ മറക്കും? ആജ് ഖുഷി അതല്ലെങ്കിൽ ദുഃഖ കാ ദിൻ താ. നമ്മുടെ ഇൻസിഡൻറ്റിനനുസരിച്ച് നമുക്ക് അവിടെ കൊടുക്കാം. ഒന്നെങ്കിൽ ഖുഷി എന്ന് പറയാം, സന്തോഷമാണെന്ന് പറയാം, അതല്ലെങ്കിൽ ദുഃഖമാണ്, അത് നമ്മൾ അവിടെ കൊടുക്കുന്നു. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ എന്തെന്നാൽ എന്ന് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിക്കാം. എന്നിട്ട് അവസാനം നമുക്ക് എന്ത് എഴുതാം? അതിൻ്റെ അവസാനം നമുക്ക് ഇസ് ദുഃഖ് അല്ലെങ്കിൽ ഖുഷി എന്ന് എഴുതാം. ദുഃഖ് കെ ബാരെ മേ സോച്ച് കർ, सोचकर नींद भी नहीं അല്ലേ, എനിക്ക് ഉറക്കവും ഇല്ല എന്ന് എഴുതിക്കൊണ്ട് നമുക്ക് അവിടെ ഡയറി നിർത്താം. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളുടെയും ഫോർമാറ്റ് കിട്ടി, പത്രം കിട്ടി, ഡയറി കിട്ടി. 4 മാർക്കാണ് രണ്ടിനും. അപ്പോൾ 8 മാർക്കിൽ നിന്ന് ഒരു 4 മാർക്ക് നിങ്ങൾ ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണ്? ഷുവറാണ്. പിന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സംഭവം എന്താണോ അതും കൂടെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതുപോലുള്ള മറ്റു വീഡിയോസുമായി നമുക്ക് കാണാം. ബൈ.